ഇന്ന് സിദ്ധാർത്ഥിൻ്റെ കൂടെ ഒന്ന് കണ്ണൂർ വരെ പോകാണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 10:30 അവൻ വന്നു. ഞങ്ങൾ യാത്ര തുടങ്ങി. ചേവരമ്പല വഴി നേരെ മലാപ്പറമ്പിലേക്ക് കയറി. പിന്നെ നേരെ അങ്ങ് വിട്ടാൽ മതി, കാരണം ബൈപ്പാസാണ്. വലിയ വളവും തിരിവൊന്നും ഇല്ലാതെ സുഖമായിട്ട് പോവാം. പക്ഷേ റോഡ് പണി തുടങ്ങിയത് കാരണം ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റോഡിൻ്റെ വീതി കൂട്ടുന്നതിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസം. കാരണം ഇനി അങ്ങോട്ട് വലിയ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള റോഡിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു ഏകദേശ ഛായാചിത്രം ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലെ ചിത്രം ഒരുപാട് പഴകിപ്പോയിട്ടുണ്ടെന്ന്. കാരണം പണ്ട് ഞാൻ കണ്ട ആ റോഡേ അല്ലായിരുന്നു ഇപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളും. അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഥകളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, മറന്നുപോയ കാര്യം സിദ്ധാർത്ഥ് ഓർത്തെടുത്തത്. പെട്രോൾ അടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് അടിക്കാമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ അത് വിട്ടുപോയി. വണ്ടിയിലാണെങ്കിൽ പെട്രോൾ വളരെ കുറവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി എന്തായാലും അധികം നമുക്ക് ലേറ്റ് ആക്കാതെ ഏതെങ്കിലും പമ്പ് കയറ്റാമെന്ന്. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. അടുത്ത പമ്പ് എത്തുമ്പോൾ അവിടെ വണ്ടി നിർത്താമെന്ന് കരുതി. അങ്ങനെ കുറേ ദൂരം ബൈപ്പാസ് കൂടെ പോയതിനു ശേഷം വീണ്ടും പഴയ റൂട്ടിലേക്ക് ഇറങ്ങി. അത് കുറച്ച് സീനായിരുന്നു, കാരണം ബൈപ്പാസിൽ നല്ല സ്മൂത്തായി പോകാൻ പറ്റും. ഈ ചെറിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടീൻ്റെ സ്പീഡ് കുറയ്ക്കണം, സൈഡൊക്കെ നല്ലോണം നോക്കണം. കാരണം ഒരുപാട് വണ്ടികളുണ്ട്, ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞത്, മഴക്കാലം ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ മറിച്ച് വേനൽക്കാലത്താണ് നീ വന്നതെങ്കിൽ ഇപ്പം തന്നെ നീ ഇവിടെ വണ്ടി നിർത്തിച്ച് തിരിച്ചു പോയിട്ടുണ്ടാകുമായിരുന്നു. കാരണം വണ്ടിയിൽ AC ഇല്ല. AC ഇല്ലാത്തൊരു വണ്ടിയെ കൊണ്ട് ചൂടുകാലത്തേക്ക് കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ പോകുമ്പോൾ പോയവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്, അതുകൊണ്ട് വേറെ ആരും ഞാൻ കൂട്ടാറില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് യാത്ര ചെയ്യാൻ ബെസ്റ്റാണ്. കാരണം ചൂടില്ല, നല്ല തണുപ്പാണ്. പിന്നെയാണെങ്കിലോ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ വിഷ്വൽ ബ്യൂട്ടിയാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പുകൾ, വയലും തോടും പുഴകളൊക്കെ നിറഞ്ഞു ഒഴുകുന്ന അതിമനോഹരമായ കാഴ്ചകൾ. അങ്ങനെ കുറേ ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു തിരക്കില്ലാത്ത പെട്രോൾ പമ്പ് കണ്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ കയറ്റി 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. കാരണം ഇനിയും പെട്രോൾ ഇല്ലാതെ ഓടിയാൽ റിസ്ക്, എന്തായാലും വണ്ടി വഴിയിൽ നിൽക്കും. അതുകൊണ്ട് എന്തായാലും ഇവിടെ തന്നെ അടിച്ചിട്ട് പോകാമെന്ന് കരുതി. ചില സ്ഥലങ്ങളിലൊക്കെ റോഡിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. റോഡ് പണി നടക്കുന്നതിനെ കൊണ്ട് ചെറിയൊരു ബ്ലോക്കും ഉണ്ടായിരുന്നു. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഓരോ പാലവും കയറി ഇറങ്ങുമ്പോഴുള്ള വിഷ്വൽസാണ്. ഈ പാലത്തിൻ്റെയൊക്കെ ടോപ്പിലെത്തുമ്പോൾ സൈഡിലേക്കൊക്കെ നോക്കണം. ആകാശവും പുഴയും പച്ചപ്പും, അത്രയും മനോഹരമായ ഫ്രെയിം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ചില സ്ഥലത്ത് നിന്ന് ചില ബസ്സൊക്കെ കയറി വരുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെയും കൊണ്ട് പോയിന്ന്. ഞാൻ സിദ്ധാർത്ഥിനെ മുഖത്ത് നോക്കുമ്പോൾ അവന് യാതൊരു കൂസലും ഇല്ല. കാരണം അവൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് പഴകിപ്പോയി. അവൻ പറഞ്ഞു അവരെടുത്തെത്തുമ്പോൾ സുഖമായിട്ട് വെട്ടിച്ച് പോയിക്കോളും. അങ്ങനെ വടകരയ്ക്ക് എത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്കിൽ പെട്ടു. കുറച്ചു നേരം ബ്ലോക്കിൽ നിന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ ബ്ലോക്ക് ക്ലിയറായി. വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് പോയി. ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന റോഡും വലിയ വീതിയൊന്നും ഇല്ലാത്ത ഒരു ചെറിയ റോഡാണ്. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പണി നടക്കുന്ന ബൈപ്പാസിലേക്ക് തന്നെ കയറി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബസ്സിൻ്റെ വരവാണ് സത്യം പറഞ്ഞാൽ പേടിയാവുക.
അങ്ങനെ ഞങ്ങൾ ഏകദേശം നല്ലോണം പണി പൂർത്തിയായ ബൈപ്പാസിലേക്ക് കയറി. ഈ റോഡിലേക്ക് കയറിയതിനു ശേഷം പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, തിരക്കില്ല, വണ്ടി നല്ല സുന്ദരമായിട്ട് പോകാൻ പറ്റും. കാരണം 6 വരിപ്പാതയാണ്, അതുകൊണ്ട് തിരക്കെന്ന് പറഞ്ഞ സംഭവം ഈ റോഡിലില്ല. പക്ഷേ ഈ റോഡ് കൂടെ പോകുമ്പോൾ സംഭവം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഒക്കെ ശരിയാണ്. പക്ഷെ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പോകണം, കാരണം എല്ലാ വണ്ടിയും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചീറിപ്പാഞ്ഞാണ് ഇതിൽ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് വാളിപ്പോയാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. ഞാൻ അവസാനമായി കണ്ണൂരേക്ക് പോയത് ഈ റോഡ് പണിയൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരുപാട് നാൾ മുന്നെയാണ്. റോഡ് പണിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു തവണ കൊയിലാണ്ടി വരെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ റോഡ് പണിയുടെ ആദ്യഘട്ട പരിപാടികളൊക്കെ ആയിരുന്നു. അതായത് സൈഡിലുള്ള മരങ്ങൾ മുറിക്കുക, കെട്ടിടങ്ങളും വീടുകളൊക്കെ പൊളിച്ചു മാറ്റുക, അങ്ങനെയുള്ള പണികളൊക്കെ നടക്കുമായിരുന്നു. അന്ന് ഞാൻ കരുതിയിരുന്നു, എത്ര ആൾക്കാരുടെ വീടും കടകളും എന്തൊക്കെയോ നഷ്ടമാവില്ല ഇവിടെ. ഇപ്പം ഞാൻ ഇതുവഴി വരുമ്പോൾ ആലോചിച്ച് നോക്കുമായിരുന്നു, അന്ന് കണ്ട വീടുകളും കെട്ടിടങ്ങളും മരങ്ങളും ഇതൊക്കെ ഈ റോഡിൻ്റെ ഏതു ഭാഗത്തായിരുന്നു ഞാൻ അന്ന് കണ്ടത് എന്നുപോലും എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആ രീതിയിൽ ഇവിടെ മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരവശേഷിപ്പും ഇപ്പോൾ ഇവിടെ ബാക്കിയില്ല. അങ്ങനെ ബൈപ്പാസിൽ കൂടിയുള്ള ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനിച്ചു. ഈ റെയിൽവേ ഗേറ്റ് കടക്കുന്നതോടുകൂടി ഇനി വളവുകളും തിരിവുകളും ഉള്ള സാധാരണ റോഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ബൈപ്പാസിൽ കൂടി യാത്ര ചെയ്തപ്പോൾ ഞാൻ കരുതി ഏറ്റവും നല്ല കാഴ്ചകളൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണെന്ന്. പക്ഷേ ഈ ഒരു ചെറിയ റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതിലും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളതും ഇനി വരാൻ പോകുന്നതെന്ന്. അങ്ങനെ ഈ റോഡിലൂടെ കുറേ ദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ഒരുപാട് പശുക്കളെ കാണാൻ തുടങ്ങിയത്. അതും കഴുത്തിൽ കയറുകളൊന്നുമില്ല. അവരവരുടെ ഇഷ്ടത്തിന് റോഡിൽ പുല്ലുകളൊക്കെ തിന്ന് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും കഴുത്തിൽ കയറും, അത് കയറ് പിടിക്കാൻ ഒരാളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പശുക്കൾ അവരുടെ ഇഷ്ടാനുസരണം റോഡിലൂടെ നടക്കുന്നുണ്ട്. ഒരുപാട് പശുക്കളുമുണ്ട്.
അങ്ങനെ കണ്ണൂരിലെത്തി വന്ന പരിപാടികളൊക്കെ തീർത്തു. അധികം ലേറ്റ് ആക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്കുള്ള യാത്രയും തുടങ്ങി. തിരിച്ച് ബൈപ്പാസ് കയറിയപ്പം തൊട്ട് നല്ല കാർമേഘം ഇരുണ്ടു കൂടി വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു അധികം ലേറ്റ് ആകാതെ നല്ലൊരു ഇടിവെട്ട് മഴയും കൂടി കാണാൻ പറ്റുമെന്ന്.